नमस्ते, सबको स्वागत। पिछली कक्षा में पत्र लेखन के बारे में पढ़ा। पत्र कितने प्रकार के होते हैं, ये क्या क्या है। पत्र 4 प्रकार के होते हैं। यहाँ वैयक्तिक या व्यक्तिगत पत्र, सामाजिक पत्र, व्यावसायिक पत्र और कार्यालयी पत्र। व्यक्तिगत पत्र को निजी पत्र भी कहते हैं। व्यक्तिगत निजी पत्र, पारिवारिक पत्र। यहाँ व्यक्तिगत पत्र अपने सगे संबंधियों को लिखे जाने वाले पत्र है और उसके अलावा मित्रों को भी लिखे जाने वाला पत्र है। सामाजिक पत्र, सामाजिक गतिविधियाँ। यहाँ विवाह का निमंत्रण देना, बधाई देना, संताप सूचित करना, इन सब का जवाब आदि परिचित या अपरिचित लोगों को लिखे जाने वाले पत्र ये सामाजिक पत्र के अंतर्गत आते हैं। तीसरा व्यावसायिक पत्र है। ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് വ്യാവസായിക പത്ര നമ്മൾ പറയുന്നുണ്ട്। व्यापारिक तथा व्यावसायिक संस्थाओं, बैंकों आदि के नाम पर लिखे जाने वाले सभी पत्र व्यावसायिक पत्र के अंतर्गत आते हैं। इसके अलावा नौकरी पाने के लिए लिखे जाने वाले आवेदन पत्र भी व्यावसायिक पत्र के अंतर्गत आते हैं। लास्ट 14 कार्यालयी पत्र। कार्यालयी पत्र പറയുന്നുണ്ട് जो पत्र सरकारी और अर्ध सरकारी संस्थाओं के कार्यालयों तथा अन्य कार्यालयों द्वारा भेजे जाते हैं। ये पत्र कार्यालयी पत्र है। ज्ञापन, निविदा प्रपत्र, अधिसूचना आदि कार्यालयी पत्र के अंतर्गत आते हैं। അതിനോടൊപ്പം നമ്മൾ പറഞ്ഞു अक्षय पत्र की क्या क्या विशेषताएं होती हैं। अक्षय पत्र की निम्नलिखित विशेषताएं हैं। सरल भाषा शैली, विचारों की स्पष्टता, संक्षिप्तता, प्रभावान्विति और बाहरी सजावट। ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു നല്ലൊരു ലെറ്ററിന് ഉണ്ടാവേണ്ട കുറച്ച് വിശേഷതകളാണ്, ഗുണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ആദ്യത്തെ എടുക്കാനുള്ളത് വ്യക്തിഗത പത്രമാണ്. അതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഒരു വ്യക്തിഗത പത്രം എഴുതുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വ്യക്തിഗത പത്രമേ നിമ്നലിഖിത ബാത്തോं पर ध्यान देना चाहिए. താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന്, पत्र के ऊपर दाएं हाथ पर प्रेषक का पता और उसके नीचे पत्र भेजने की तिथि लिखनी चाहिए. ലെറ്റർ എഴുതുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ ഫ്രം അഡ്രസ്സും അതിനടിയിലായിട്ട് ലെറ്റർ അയക്കുന്ന ഡേറ്റും നമ്മൾ എഴുതണം. രണ്ടാമത്തെ പോയിൻ്റ് പറയുന്നത് तिथि से अगली पंक्ति में बाएं हाथ पर उपयुक्त संबोधन लिखा जाए. നമ്മൾ ഡേറ്റ് എഴുതി കഴിഞ്ഞാൽ അടുത്ത വരിയിലായിട്ട് ഇടത് സൈഡിലായിട്ട് നമ്മൾ എന്താണോ അല്ലെങ്കിൽ ആരേനെയാണോ സംബോധന ചെയ്യുന്നത് അത് നമ്മൾ എഴുതണം. ഇപ്പോൾ പ്രിയമിത്ര ആണെങ്കിൽ പ്രിയമിത്ര, പൂജ്യ പിതാജി ആണെങ്കിൽ അത്, ആദരണീയ അധ്യാപകമാണെങ്കിൽ അധ്യാപകജി ആണെങ്കിൽ അത്. അപ്പോൾ എന്താണോ നമ്മൾ സംബോധന ചെയ്യുന്നത് വെച്ചാൽ അത് എഴുതണം. ഇനി संबोधन के बाद अगली पंक्ति में समुचित अभिवादन भी लिखना चाहिए. സംബോധന കഴിഞ്ഞാൽ അതിന് ശേഷം അടുത്ത വരിയിലായിട്ട് നമുക്ക് ഉചിതമായ രീതിയിലുള്ള അഭിവാദനം നമ്മൾ എഴുതണം. അപ്പോൾ സാദർ പ്രണാം എന്നാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സബ്കോ പ്രണാം എന്താണെങ്കിൽ അത് നമ്മൾ അഭിവാദനം നമ്മൾ എഴുതണം. അതിനുശേഷം इसके बाद पत्र का मुख्य कलेवर आता है. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാലാണ് നമ്മുടെ മെയിൻ
കണ്ടൻ്റ് അവിടെ വരുന്നത്. इसके बाद पत्र का मुख्य कलेवर अदायद बॉडी ऑफ लेटर വരുന്നത്. इसके अंतर्गत वे सब बातें लिखी जाती है जिन्हें पत्र पाने वाले को बतलाना अभीष्ट होता है. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്? അതായത് ജിനെ പത്ര പാനെ വാലേക്കോ ബത്തലാന അഭീഷ്ട ഹോത്താ ഹെ, അതായത് ആ ലെറ്റർ കിട്ടുന്ന ആൾക്ക് അത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ലെറ്റർ എഴുതണം. എന്താണോ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ എഴുതണം. അപ്പോൾ ആർക്കാണ് നമ്മൾ അയക്കുന്നത്, അയാൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണോ അറിയേണ്ടത് ആ കാര്യങ്ങൾ നമ്മൾ എഴുതണം. നെക്സ്റ്റ് നമ്മൾ പറയുന്നുണ്ട് കലേവർ കെ ബാദ് സ്വനിർദ്ദേശ അർത്ഥാത് അപ്പന ഉല്ലേഖ് കർണ ഹോത്താ ഹെ. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ സ്വനിർദ്ദേശം എഴുതണം. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് സിൻസിയർലി, ഒബീഡിയൻ്റ്ലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വനിർദ്ദേശം വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ സ്വനിർദ്ദേശിച്ച് നമ്മൾ എഴുതണം. इसके द्वारा प्रेषित पाने वाले के साथ पत्र प्रेषक का संबंध सूचित किया जाता है. പ്രേഷിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു അഡ്രസ്സാണ്. ആർക്കാണോ നമ്മൾ ലെറ്റർ അയക്കുന്നത്, ആ ലെറ്റർ കിട്ടുന്നത് ആർക്കാണോ അയാൾ. അപ്പോൾ അയാളുമായിട്ടുള്ള നമ്മുടെ ആ ലെറ്റർ എഴുതുന്ന ആളുടെ ബന്ധം അവിടെ സൂചിപ്പിക്കണം. അപ്പോൾ കൂട്ടുകാരനാണെങ്കിൽ നമുക്ക് പറയാം തുമാര പ്രിയ മിത്ര. അപ്പോൾ അച്ഛൻ മകനെ എഴുതുന്നതാണ്, മകൻ അച്ഛനെ എഴുതുന്നതാണ്. അപ്പോൾ നമുക്ക് ആ പ്രിയ പുത്ര വയ്ക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മളവിടെ സ്വനിർദ്ദേശത്തിൽ എഴുതണം. प्रेषित के साथ पत्र प्रेषक का संबंध सूचित किया जाता है. यह स्वनिर्देश पत्र के नीचे दाएं हाथ पर लिखा जाता है. അപ്പോൾ ഈ സ്വനിർദ്ദേശം എഴുതേണ്ട ലെറ്ററിൻ്റെ ഏറ്റടിയിലായിട്ട് റൈറ്റ് സൈഡിൽ തന്നെയാണ് നമ്മൾ സ്വനിർദ്ദേശം എഴുതേണ്ടത്. लास्ट स्वनिर्देश के ठीक नीचे प्रेषक के हस्ताक्षर रहते हैं. ഇനി സ്വനിർദ്ദേശം കഴിഞ്ഞാൽ അതിനടിയിലായിട്ട് താഴെയായിട്ട് നമ്മൾ ആരാണോ ലെറ്റർ അയക്കുന്ന അയാളുടെ ഹസ്താക്ഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നേച്ചർ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു വ്യക്തിഗത അല്ലെങ്കിൽ പേഴ്സണൽ ലെറ്റർ എഴുതുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ നമ്മൾ പറഞ്ഞു ലെറ്ററിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലായിട്ട് ഫ്രം അഡ്രസ്സ്, അതുപോലെ തന്നെ അതിൻ്റെ അടിയിലായിട്ട് ഡേറ്റും നമ്മൾ എഴുതണം. അത് കഴിഞ്ഞ അടുത്ത ലൈനിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സംബോധന ചെയ്യണം. സംബോധനയുടെ അടിയിൽ നമ്മൾ അഭിവാദനം ചെയ്യണം. അതിനടിയിലായിട്ട് നമ്മുടെ ബോഡി ഓഫ് ലെറ്റർ വേണം. എന്താണോ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത്, പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. അതിനുശേഷം നമ്മൾ സ്വനിർദ്ദേശമാണ് നമ്മൾ പ്രേക്ഷകവും പ്രേക്ഷിതയും തമ്മിലുള്ള ആ ബന്ധം കാണിക്കാനായിട്ട് ഇപ്പം മിത്ര ആണെങ്കിൽ തുമാര പ്രിയ മിത്ര എന്ന് നമ്മൾ എഴുതുന്നു. അത് നമ്മൾ എഴുതേണ്ടത് റൈറ്റ് സൈഡിലാണ് നമ്മൾ എഴുതേണ്ടത്. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് സ്വനിർദ്ദേശത്തിൻ്റെ അടിയിലായിട്ട് നമ്മൾ സിഗ്നേച്ചറും കൂടി വെക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്കിതിലൊന്ന് പറയുന്ന അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. पत्र के प्रेषक और प्रेषित के पारस्परिक संबंध के अनुसार संबोधन, अभिवादन और स्वनिर्देश में परिवर्तन हो जाता है. ഇപ്പോൾ എഴുതുന്ന ആൾ ഫ്രം ടു അഡ്രസ്സ് ആർക്കാണ് എഴുതുന്നത് തമ്മിലുള്ള ബന്ധത്തിനനുസരിച്ച് നമ്മൾ സംബോധന ചെയ്യുന്ന വേർഡായാലും അഭിവാദനം ചെയ്യുന്നതായാലും സ്വനിർദ്ദേശമായാലും മാറ്റങ്ങൾ വരുന്നുണ്ട്. കൂട്ടുകാരൻ എഴുതുന്നത് പോലെ ആവില്ല ഒരു അധ്യാപകൻ എഴുതുമ്പോൾ. അതുപോലെ തന്നെ അച്ഛൻ മകൻ എഴുതുന്നത് അല്ലെങ്കിൽ മകൻ അച്ഛൻ എഴുതുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സംബോധനയും അഭിവാദനവും സ്വനിർദ്ദേശമൊക്കെ മാറിയിരിക്കും അതിൽ. അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളതിൽ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ തന്നെ അഡ്രസ്സ് നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ എഴുതണം. നമ്മുടെ സമപ്രായക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ സംബോധന ചെയ്യാൻ, അതായത് ഇപ്പോൾ കൂട്ടുകാരാണെങ്കിൽ കൂട്ടുകാരുടെ പേര് വെച്ചിട്ട് നമുക്ക് സംബോധന ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇവിടെ വ്യക്തിഗത പത്ര കെ നമൂനെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പേഴ്സണൽ ലെറ്ററിൻ്റെ ഒരു മോഡൽ ഇതിലേക്ക് കൊടുത്തിട്ടൊന്ന് നോക്കാം. പിതാക്കെ നാം പുത്രക പത്ര. അപ്പോൾ അച്ഛൻ്റെ പേരിൽ
മകൻ്റെ ലെറ്ററാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ദായേ ഹാത്ത് റൈറ്റ് സൈഡിൽ നമ്മൾ അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്. ആത്മാറാം പുരുഷ് ഹോസ്റ്റൽ അഹമ്മദാബാദ്. അടിയിലായിട്ട് ഡേറ്റും എഴുതിയിട്ടുണ്ട്, തിഥി. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞ പ്രേക്ഷകൻ്റെ അഡ്രസ്സും ഡേറ്റാണ് എഴുതേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ പൂജ്യ പിതാജി സംബോധന, അച്ഛനാണ് എഴുതുന്നത്, മകൻ അച്ഛനാണ് എഴുതുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പൂജ്യ പിതാജി എന്നാണ് വെച്ചത്, റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അഭിവാദനാണ് വരുന്നത്, സാദർ പ്രണാം എന്ന് വെച്ചു. നമ്മൾ അവിടെ ലെറ്ററിനെ കുറിച്ച് എഴുതുന്നുണ്ട്. പിछले मंगलवार को आपका पत्र मिला, ये जानकर मुझे खुशी हुई कि आप और अम्मा सकुशल है. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, കഴിഞ്ഞ മംഗളവാറിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ലെറ്റർ കിട്ടി. യേ ജാൻകർ മുझे ഖുഷി ഹുയി ആപ് और അമ്മ സകുശൽ ഹെ. അപ്പോൾ അതിൽ മകൻ പറയുന്നുണ്ട്, കഴിഞ്ഞ ചൊവ്വാഴ്ച എനിക്ക് ലെറ്റർ കിട്ടി, എനിക്കിതറിഞ്ഞ്, അതായത് അച്ഛനും അമ്മയും സുഖമായിട്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നാണ് നമ്മൾ ആദ്യത്തെ ലൈനിൽ അഭിവാദനം ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മളെ കണ്ടൻറ്റ് അവിടേക്കാണ് വരുന്നത്. ബോഡി ഓഫ് ലെറ്ററിൽ मैंने सोचा था कि अगले हफ्ते गाँव पहुंचकर आप दोनों से मिलकर लौट ആവും. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു, അതായത് അടുത്ത ആഴ്ചയിൽ ഞാൻ ഗ്രാമത്തിൽ വന്നിട്ട് നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു, അച്ഛനും അമ്മേനെയും കണ്ടിട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. लेकिन नवंबर दूसरे हफ्ते से हमारी सेमेस्टर परीक्षा शुरू होने वाली है. പക്ഷേ ഇവിടെ പറയാണ്, നവംബറിൽ രണ്ടാമത്തെ ആഴ്ച, നമ്മൾ ഒക്ടോബറിലാണ് ലെറ്റർ എഴുതുന്നത്, നവംബറിൽ രണ്ടാമത്തെ ആഴ്ചയിൽ ഞങ്ങളുടെ സെമസ്റ്റർ എക്സാം അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇസ്ലിയെ മേ ആ നഹീം പോവുക, അതുകൊണ്ട് എനിക്ക് വരാനായിട്ട് സാധിക്കില്ല എന്ന് പറയണം. പരീക്ഷയ്ക്ക് ബാദ് ഹമേ 10 दिन के लिए അധ്യയന യാത്ര भी है. ഈ സെമസ്റ്റർ എക്സാം കഴിഞ്ഞാൽ 10 ദിവസം ഇവിടെ പഠനയാത്രയുണ്ട്. യഹ് ബി നഹി അബ് ഛാത്രാവാസ് ശുൽക്ക് ബി ദേന ഹെ. അതുമാത്രമല്ല ഹോസ്റ്റൽ ഫീസും കൊടുക്കാനുണ്ട്. മേരെ പാസ് ആവശ്യക് പൈസ ബി നഹി, എൻ്റെ കയ്യിൽ ആവശ്യത്തിൻ്റെ പൈസയും ഇല്ല. ഇസ്ലിയെ അബ് മുझे ജൽദി സെ ജൽദി 8,000 രൂപ ബേച്ച് ദീജിയെ. അതുകൊണ്ട്, അതായത് പഠനയാത്രയ്ക്ക് പോകണം, അതോടൊപ്പം തന്നെ എന്ത് വേണം, ഹോസ്റ്റൽ ഫീസും അടയ്ക്കാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 8,000 രൂപ എനിക്ക് അയച്ചു തരണം, എൻ്റെ കയ്യിൽ ആവശ്യത്തിൻ്റെ പൈസ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. मैं ക്രിസ്മസ് की छुट्टी पर घर आऊँगा. അപ്പോൾ നവംബർ കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് ക്രിസ്മസ് വെക്കേഷനിൽ ഞാൻ വീട്ടിലേക്ക് വരും എന്ന് പറയണ. മാതാജി കോ ബി മേരാ പ്രണാം. ആപ്ക ബേട്ട, ലാസ്റ്റ് സ്വനിർദ്ദേശം വെച്ചു, മകനാണ് ആപ്ക ബേട്ട രോഹിത്. ലിഫാഫെ പർ പത്ത, കവറിൻ്റെ മുകളിൽ അഡ്രസ്സും. ഇപ്പോൾ അതാണ് നമ്മളൊരു മോഡൽ, വ്യക്തിഗത പത്രിക കേൾക്കുന്ന നമൂനെ ഒരു മോഡലാണിത്. നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റിനായിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാവുന്നതാണ്. അടുത്തതുപോലെ തന്നെ ബഡേ ബൈക്ക ചോട്ടി ബഹൻക്ക് എന്ന പത്രമാണ് കിടക്കുന്നത്. ഇതുപോലെ തന്നെ നെക്സ്റ്റ് കുറച്ച് വ്യത്യാസമായിട്ടുള്ള നമുക്ക് ഇവിടെ നോക്കാം. മിത്രക്കോ പരീക്ഷാമേ പ്രഥം ആനയ്ക്കേലി ബദായി പത്രമാണ്. അതായത് കൂട്ടുകാരൻ പരീക്ഷയിൽ ഒന്നാമതായി പാസ്സായി, അതിനെ ആശംസകൾ അറിയിച്ചുള്ള ലെറ്ററാണ്. അതിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് അഡ്രസ്സ്, പ്രേക്ഷകൻ്റെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്, സ്ഥലം ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അവിടെ സംബോധന ചെയ്തിട്ടുണ്ട്, മേരെ പ്രിയ രാകേഷ്, ഫ്രണ്ടാണ്. കൈസേ ഹോ, കുശൽ ഹേന, ആശാ ഹേ കി മാതാജി ഓർ പിതാജി സബ് കുശൽ ഹേ. ഇപ്പോൾ സുഖമായിരിക്കുന്നില്ലേ, സുഖമല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് തുടങ്ങുന്നത്. അച്ഛനമ്മ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. തുംസെ മിൽക്കർ ബഹുത് ദിൻ ഹോ ഗേ, നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായി എന്ന് പറയണേ. आज के समाचार पत्र में मुझे ये पढ़कर बहुत खुशी हुई कि BA परीक्षा में तुम सबसे प्रथम आए हो. അപ്പോൾ ആ കൂട്ടുകാരൻ പറയണ, ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ നിന്ന് ഇത് വായിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. എന്താണ് വായിച്ചത്? BA പരീക്ഷയിൽ നീ ഏറ്റവും ഒന്നാമനായിട്ട് പാസ്സായി എന്നുള്ളത് സബ്സെ പ്രഥമാകുകയാണ്, അതായത് ഫസ്റ്റ് റാങ്കിലേക്ക് എത്തി എന്നുള്ളത് അറിഞ്ഞപ്പോൾ അവന് വളരെയധികം സന്തോഷമുണ്ട്. ന്യൂസ് പേപ്പറിലൊക്കെ ന്യൂസ് വന്നു, അത് വായിച്ചപ്പോൾ സന്തോഷമായി എന്ന് പറഞ്ഞിട്ടാണ്. ബദായിക്കോ മിത്ര ബദായി ഹോ, അപ്പോൾ ആശംസകൾ അറിയിക്കുകയാണ് കൂട്ടുകാരന്. ഇച്ഛാ ഹേ കി അഭി തുംസെ മിലും, നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ലേക്കിൻ കാശ്, അങ്ങനെ പക്ഷേ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മേ അബ് ആ നഹീം പാവുക, പക്ഷേ എനിക്കിപ്പോൾ വരാനായിട്ട് പറ്റില്ല. ഹാം അബ് തുമാര ഇരാദ ക്യാ ഹേ, ഇനി നിൻ്റെ ആഗ്രഹം എന്താണ്? ഇച്ഛ ക്യാ ഹേ? നൗക്കരി കർണേക്ക യാ ആകെ പഠനേക്ക, ജോലി ചെയ്യാനാണോ ഇനി മുന്നോട്ട് പഠിക്കാനാണോ ആഗ്രഹം?
മേരി ഇച്ഛാ ഹേ കി തും ആകെ പഠോ. അപ്പോൾ എൻ്റെ ആഗ്രഹം നീ ഇനിയും പഠിക്കണം എന്നാണ്. അവർ ജീവനമേ ഊഞ്ചെ പദ് തക് പഹുഞ്ച്, അങ്ങനെ ജീവിതത്തിൽ വളരെ ഉയർന്നൊരു പദവിയിലേക്ക് എത്തിപ്പെടാനായിട്ട് നിനക്ക് സാധിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അകലെ മഹീനെ മേം ഗാവ് ആനെ വാലാഹും, അടുത്ത മാസത്തിൽ ഞാൻ ഗ്രാമത്തിലേക്ക് വരുന്നുണ്ട്. തം സിറു മെലൂങ്ക, അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും കാണാമെന്ന് പറയണം. തബ് തക് വിട, അതുവരേക്കും വിട എന്ന് പറഞ്ഞ് അവിടെ ലെറ്റർ അവസാനിപ്പിക്കുകയാണ്. അത് സ്വനിർദ്ദേശം നോക്കി, തുമാര പ്യാര മിത്ര. അപ്പോൾ നമ്മൾ ആർക്കാണോ എഴുതുന്നത് അതിനനുസരിച്ച് നമ്മുടെ സംബോധനയും അതുപോലെ തന്നെ അഭിവാദനം ചെയ്യലും സ്വനിർദ്ദേശവും മാറും. ഇത് ഫ്രണ്ടിന് എഴുതിയിട്ടുള്ള ലെറ്ററാണ്. തുമാര പ്യാര മിത്ര ജീവൻ അശോക്, എൻ്റെ പ്രിയ കൂട്ടുകാരൻ. ഇപ്പുറത്ത് നമ്മൾ അച്ഛനും മകനായിരുന്നു, മകൻ അച്ഛൻ എഴുതിയതായിരുന്നതുകൊണ്ട് അക്ക ബേട്ട എന്നുള്ളതാണ് എൻ്റെ പൂജ്യ പിതാച്ചി സംബോധന. അപ്പോൾ നമ്മൾ വ്യക്തിഗത പത്രമാണ് എങ്കിലും ഇതിൽ കൂട്ടുകാരനാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. അതല്ല അച്ഛനാണ് അല്ലെങ്കിൽ സഹോദരൻ സഹോദരിക്ക് എഴുതുന്നതാണ്, അതിനനുസരിച്ച് നമ്മൾ സ്വനിർദ്ദേശം സംബോധന മാറിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ഇപ്പോൾ വ്യക്തിഗത പത്രം 2 മോഡലാണ് നമ്മൾ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വ്യാവസായിക പത്രം നോക്കാം. ഓക്കെ, താങ്ക് യു.